പറഞ്ഞു ഏതായാലും ഞാൻ പറഞ്ഞല്ലോ 12 എണ്ണം ജയിച്ച സന്തോഷമുണ്ടെങ്കിലും 13 നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്. അതിലുണ്ടായ പിഴവുകൾ സംഘടന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കും. സ്ഥാനാർത്ഥിയുമായി ഇന്ന് സംസാരിച്ചിരുന്നു, അൻവറെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ശുഭപ്രതീക്ഷയായിരുന്നു മെഞ്ഞാന്ന് രാത്രി വരെ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മുന്നണി നയിക്കുന്ന പാർട്ടി നിലക്ക് അത് ഞങ്ങൾ പരിശോധിക്കും. അത് എന്തായാലും 1 മിസ്സായെങ്കിലും 2-ന് 2 അക്കമായില്ലേ. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് DCC അല്ലല്ലോ. മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാ. അല്ല, അത് ഞാൻ എന്തായാലും ഇനി ഞാൻ ഒഴിയേണ്ടി വരുമല്ലോ. ഒരു പാർട്ടിയിൽ പുറസംഘടന വരുമ്പോൾ 2 ഉത്തരവാദിത്വം കൊണ്ടുപോകാനാവില്ല. പാർട്ടി പറയുന്ന സമയത്ത് അഭിമാനത്തോടെ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ജയിപ്പിക്കും. അല്ല, അത് ഇവിടുന്ന് നല്ലൊരു തീരുമാനം. ഇല്ല അങ്ങനെ പ്രതീക്ഷകൾ 5 അല്ല 12. കോൺഗ്രസ്. അതെ. അല്ല, ഞാനിപ്പോ അത് പറയുന്നില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും ഞാൻ എന്തായാലും ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ടാവും, വളരെ സജീവമായി. അല്ല, അപ്പൊ അൻവർ തോറ്റത് ഗുണായി എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും. അതിലൊന്നും ഈ ജില്ലയിൽ ഒരു തർക്കമുണ്ടാവില്ല. ജില്ലയ്ക്ക് പരിഗണന എങ്ങനെ കിട്ടിയാലും അത് സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടായിരിക്കും DCCയുടെ ഭാഗത്തുണ്ടാവുക. ഇല്ല. പേരാമ്പ്രയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേരാമ്പ്രയിൽ വോട്ട് അവിടെയാണ്. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ഉയർത്തിക്കാട്ടിയ മതേതരത്വം എത്രത്തോളം അത് ജനം മനസ്സാ സ്വീകരിക്കണം. ഞാൻ 1 മിനിറ്റ് കോഴിക്കോട് വിട്ട് പറയാം. ഷിയാസ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി എത്രയുണ്ട്? ജോയ് മത്സരിച്ച തവനൂരിൽ എത്രയുണ്ട്? അതേപോലെയാണ് ചക്കിട്ടപാറ എന്നൊരു പഞ്ചായത്തുണ്ട് പേരാമ്പ്രയിൽ. അവിടെ ഈ ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷെയർ ചെയ്യാത്തൊരു സ്ഥലമാണ്. കാരണം ലീഗിന് വലിയൊരു ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ ഫാത്തിമ തഹ്ലി ലീഡാണ്. അതാണ് UDF ഉയർത്തിപ്പിടിച്ച മതേതരത്വ നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ വിജയം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചക്കിട്ടപാറ എന്ന് പറയുമ്പോൾ അവിടുത്തെ MLA ആയിരുന്ന LDF കൺവീനർ അവിടുത്തെ എസ്റ്റേറ്റിൽ തൊഴിലാളി പ്രവർത്തനം നടത്തി ഒരുപാട് ബന്ധം അദ്ദേഹത്തിനുള്ള സ്ഥലമാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. അവിടുത്തെ എസ്റ്റേറ്റാണ് അവർ നടത്തിയത്. അവിടെ പോലും ഫാത്തിമ തഹ്ല പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ശക്തിയില്ല. അവിടെ ഫാത്തിമ തഹ്ല ലീഡ് ചെയ്തെങ്കിൽ UDF സംസ്ഥാനത്തും ജില്ലയിലും സ്വീകരിച്ച മതേതരത്വ നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ വിജയം. ലളിതമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ വോട്ട് കിട്ടിയാൽ കുറഞ്ഞ വോട്ടർ കിട്ടുന്നത്. പക്ഷെ അതിന്റെ കാരണം ഒന്നുമല്ല. അതിന്റെ കാരണം പറയാം, ഒരു സംശയം വേണ്ട. അതായത് കഴിഞ്ഞ 10 വർഷക്കാലമായി ജനം പൊറിഞ്ഞുമുട്ടി നിൽക്കുകയാണ്. ആദ്യത്തെ 5 വർഷം തന്നെ പൊറിഞ്ഞുമുട്ടി. അപ്പോൾ ഈ കോവിഡ് കിട്ടുന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ മാറി, അറ്റൻഷൻ മാറി. ആ അറ്റൻഷൻ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ 2ാം പിണറായി സർക്കാർ ഉണ്ടാകുകയാണ്. ഇന്നത്തെ വിജയത്തിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തത്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനി ഈ പാർട്ടി അധികാരത്തിലിരുന്നാൽ പാർട്ടി തകരുന്ന വിശ്വാസത്തിൽ അവരെ പാർട്ടിക്ക് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളുടെ പലരുടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിസ് പോൾ വന്നപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. എക്സിസ് പോളിൽ വന്ന കണക്ക് പല മാധ്യമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനം LDF കൊടുത്ത പണിയാണ്, CPM-കാർ കൊടുത്ത പണി പെട്ടി തുറക്കുമേ മനസ്സിലാവുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വോട്ട്. 1 ഭരണവിരുദ്ധ വികാരം, 2 ഞങ്ങളുടെ ശക്തമായ സംഘടനാ സംവിധാനം, 3 പാർട്ടിക്കകത്തെ പാർട്ടിക്കാരുടെ നല്ല നിലപാട്. ഇതിവിടെയാണ്. അല്ല, എല്ലാവരുടെയും കിട്ടിയിട്ടുണ്ട്. ഈ ജില്ലയിൽ ഞാൻ മത്സരിച്ച കൊയിലാണ്ടി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. കാരണം യഥാർത്ഥ പൊളിറ്റിക്കൽ വോട്ടിന്റെ ഡിഫറൻസിന്റെ എത്ര അപ്പുറത്താണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഭൂരിപക്ഷം. പക്ഷെ ഇനി ഒരു കാര്യം പറയാം, ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഈ 12 നിലനിർത്തലും 13ാമത്തെ ബേപ്പൂർ പിടിക്കലാണ്.
ഇപ്പോ വലിയ വിജയമുണ്ടായി. ഇന്നലെ ഓരോ